അപ്പൊ ഇത് ഞാനും ഗ്രേസും സന്നിധാനും കൂടി വാഴ സിനിമ കാണാൻ വേണ്ടി പോവാണ്. ആ 1 മിനിറ്റ് സോറി 11:22 11:30 ഷോ. വാ വേഗം വാ. ടിക്കറ്റ് ഒക്കെ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടായിരുന്നോ ഈ സിനിമ? എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോട് പറയണേ. ഫോണിലുള്ള വണ്ടികളൊന്നും കറക്റ്റ് 11:30 സമയം. വേമ്പോ ചേട്ടാ, വേമ്പോ ചേട്ടാ, വേമ്പോ. ഗ്രേസിന് ടെൻഷൻ ആവണേ. 11:30 സിനിമ തുടങ്ങി. ആയിക്കോട്ടെ, നമ്മൾ അവിടേക്ക് എത്തും. നമ്മൾ ഓടിയെത്തും, പറന്ന് എത്തും. അതെ സിനിമ. വാഴ 11 അല്ലടാ, വാഴ 2. അപ്പൊ ഞങ്ങൾ എത്തി മഹാലക്ഷ്മി തിയേറ്റർ. എന്റെ ഹെൽമെറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ബാബാ ഐസ്ക്രീം പറയട്ടെ ചേട്ടാ? ഐസ്ക്രീം. അപ്പൊ നമ്മുടെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. 6, 7, 8. ചേട്ടാ വരട്ടെ. തുടങ്ങാൻ പോണു. ഓ അപ്പൊ അങ്ങനെ സിനിമ കണ്ട് ഞങ്ങളിതേ പോവാണ്. വീട്ടിൽ ചെന്നിട്ട് പറയാം. വീട്ടിൽ ചെന്നിട്ട് എല്ലാം പറയാം. അപ്പൊ അങ്ങനെ സിനിമകളൊക്കെ കഴിഞ്ഞത് വീട്ടിലെത്തിയിട്ടാ. സൂപ്പർ സിനിമ പറഞ്ഞ സൂപ്പർ സിനിമ വാഴ 2 അടിപൊളി. വാഴയുമായി വലിയ കണക്ഷനൊന്നും വന്നില്ലെങ്കിലും സിനിമ അടിപൊളിയാണ്. കഥയൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ മുമ്പേ അതൊരു റിവ്യൂവിലോ അല്ലെങ്കിൽ എന്തോ ഒരു റീലിലെന്തോ കണ്ടിരുന്നു. 2 മക്കളുള്ള അപ്പനമ്മമാർ പിള്ളേരെയും കൂട്ടിക്കൊണ്ടുപോയി കാണുന്നു. 2 മക്കളുള്ള അപ്പനമ്മമാരല്ല, എത്ര മക്കളുള്ളതായാലും അപ്പനമ്മമാരും ഒറ്റ മക്കളുള്ളവർ കണ്ട ഫീല് കിട്ടില്ല എന്നല്ല, അവരുടെ അപ്പനമ്മയുടെയും ബന്ധത്തിലും അങ്ങനത്തെ കണക്ഷനുള്ള റിലേഷനൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് എല്ലാവരും പോയി കാണേണ്ട നല്ലൊരു സിനിമയാണ്. നല്ലൊരു മെസ്സേജുള്ള നല്ല സിനിമ, സൂപ്പർ സിനിമ. ഗ്രേസിന് ഇഷ്ടമായ? ആദ്യം സിനിമേന്റെ കഥ പറയരുത്. പക്ഷെ ആദ്യം സിനിമയിൽ ഫ്രണ്ടിലൊരു വാഴ നിക്കണ്ടേ. അത് മാത്രമേ ഞാൻ സിനിമയിൽ വാഴയായിട്ട് കണ്ടുള്ളൂ. വാഴയായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ ഇല്ല, അതല്ല, അത് ഈ സിനിമയായിട്ട് എന്താണ് അതിനൊരു എന്താണെന്നുള്ള ഒരു ഇത് എനിക്ക് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായ? എനിക്കറിയില്ല. എന്തായാലും വീണതാ. ഇവിടെ നിന്നില്ല, ഇവളുടെ ഐസ്ക്രീം എനിക്ക് തന്നെ കിട്ടി. ഞാൻ കരഞ്ഞു. മീൻസ് കരയാനും ഉണ്ട്, ചിരിക്കാനും ഉണ്ട്. എന്നാ നമ്മുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ പിള്ളേരുടെ ലൈഫിലേക്കുള്ള നല്ല സ്റ്റോറിയും ഉണ്ട്. പിള്ളേരെ കൂട്ടി തന്നെ പോയി കാണണം, എന്തായാലും കാണണം. ഞാനങ്ങനെ സിനിമകൾക്ക് വേണ്ടി ഒന്നും ആരെയും ഇത് ചെയ്യാറില്ല. പക്ഷേ ഈ സിനിമ അവൾക്കൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പോയി കാണാൻ പറ്റുമെങ്കിൽ എന്തായാലും കാണണ്ട. എന്ത് ഇതെടുത്തായാലും നിങ്ങൾ പോയി കണ്ടോളൂ. നിങ്ങളുടെ നാട്ടിലെ സിനിമ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരാൻ പോകണ്ടെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്തായാലും അല്ല ചിലയിടത്ത് മീൻസ് അറിയില്ല. അല്ലെങ്കിൽ എന്തിട്ടായാലും സൂപ്പർ സിനിമയാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. ഇവിടെ അതാരെന്നെ വിളിച്ചേ? അപ്പം എന്തായാലും ഇന്ന് ഇലക്ഷൻ ഡേ ആണ്. അപ്പം ഞാൻ വോട്ട് ചെയ്യാനായിട്ട് പോവാണ്. മിടുവിന് വോട്ടില്ല. മിടുവിൻ്റെ പേര് ലിസ്റ്റിൽ കാണുന്നില്ല. എന്തായാലും മിടുവിന് വോട്ടില്ല. അപ്പോൾ ഞാൻ വോട്ട് ചെയ്തിട്ട് വരാം. നിങ്ങൾ വോട്ട് ചെയ്തോ? അപ്പം അങ്ങനെ വോട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കേട്ടോ. കൈമ കുത്തൊക്കെ കിട്ടി. കുത്തല്ല, വരയൊക്കെ കിട്ടി. ഇവിടെ ചായ കുടിക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങാൻ പോവാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ചായ കുടിക്കാൻ പോവാ? എന്നിട്ടുണ്ടാക്കണേ ന്യൂഡിൽസ് ഉണ്ടാക്കണമ്മ. അമ്മേ
നമ്മുടെ ന്യൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചായ വയ്ക്കണ്ടേ? ചായ നമ്മൾ കുടിച്ചല്ലോ. ഓരോടി ഉണ്ടാക്കും. മിടുവിന് വോട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ വിഷമത്തിലാണ് മിടു. സാരില്ല മിടു. എന്തെങ്കിലും ഇന്നോ നാളെങ്കിലും പോയിട്ട് അത് നീ ക്ലിയർ ചെയ്യും. അടുത്ത വർഷമെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റാനായിട്ട്. അത് ഞാൻ പറയണെങ്കിൽ നിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. കാരണം നമ്മൾ ചെയ്യേണ്ടതായിരുന്നു ശരിക്കും. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മറ്റേ വോട്ട് ചെയ്ത കാരണമാണ് നീ ശ്രദ്ധിക്കാണ്ട് പോയത്. അന്ന് വോട്ടർ ലിസ്റ്റ് പേരല്ലായിരുന്നു. ആ സാരില്ല. അശ്ശി അതങ്ങനെ കടിക്കല്ലേ വായിലിട്ട്. ആ ന്യൂഡിൽസിന്റെ ഉള്ളിലത്തെ കവർ കടിക്കണ്. അപ്പൊ എന്തായാലും നീ ചായ കുടിക്കട്ടെ. ഇതാരുടെയാ ബോക്സിലൂടെ കിടക്കണേ? What do you mean? I don't mean nothing. Appa bad boy. Appa bad boy? What do you mean, Steve? What do you mean? 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 Why are you asking us? What is your meaning? So? Ayla? Nah. Chala? Nah. Karimin? Nah. Which mean you are saying? Which meaning do you have? Rumba? Bad boy. Steve, നമ്മൾ വഴി കൂടെ പോകുമ്പോ മുമ്പ് ഒരു ദിവസം പറഞ്ഞു കൊടുത്താണ് ഹെൽമെറ്റ് വെക്കാണ്ട് ആരെങ്കിലും പോലോ. അപ്പൊ ഞാൻ പറയും അത് ഹെൽമെറ്റ് വെക്കാത്തൊരു ബാഡ് ബോയ് ആണ്, ഹെൽമെറ്റ് വെക്കുന്ന ഒരു ഗുഡ് ബോയ് എന്ന് പറയാറുണ്ട്. ഇപ്പൊ എപ്പോ വഴി കൂടെ പോകുമ്പോഴും ഓപ്പോസിറ്റ് ആരെങ്കിലും വണ്ടിയിൽ ഹെൽമെറ്റ് വെക്കാണ്ട് വന്നാൽ അവരെ ചൂണ്ടിയിട്ട് ബാഡ് ബോയ് ഇത് പറഞ്ഞ് ഒച്ചയിൽ അലറി പറയും. അതുപോലെ രണ്ടുപേര് വരണം, ഒരാൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, ഹെൽമെറ്റ് വെച്ചിട്ട് പറയും ഒരു ബാഡ് ബോയും ഒരു ഗുഡ് ബോയും പോണെന്ന് പറയും. ഒരു ബാഡ് ബോയ് അപ്പൊ ഹെൽമെറ്റ് വെക്കാറില്ലേ? അപ്പൊ ഗുഡ് ബോയ് അല്ലേ? അപ്പൊ ഗുഡ് ബോയ് അല്ലേ? അപ്പൊ ഹെൽമെറ്റ് വെക്കാറില്ലേ? അപ്പൊ പിണക്കോ? അപ്പൊ ഹെൽമെറ്റ് വെക്കാറുണ്ടല്ലോ. എന്ത് സാധനം നോക്കുന്നത്? ആണോ ഗ്രേസേ? ഊഡിൽസ് എനിക്ക് തരുമോ? തലവണക്ക് പറയണ എന്നിട്ട് താണോ തോണ തലവണക്ക് പറയുന്നത് എനിക്ക് തോണ വേണം കിടക്കാനായിട്ട് പറയും. ഉരുളക്കിഴങ്ങൻ നീ പറഞ്ഞ അപ്പൊ ബാഡ് ബോയ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഗുഡ് ബോയ് ആണോ? അപ്പൊ ഗുഡ് ബോയ് എന്ന് പറയടാ. ഒരു തക്കരല്ലേ? അപ്പൊ ഹെൽമെറ്റ് വെച്ചല്ലേ പോവാറ്? പറ ചേച്ചി അപ്പൊ എന്നെ ഗുഡ് ബോയ് എന്നല്ല വിളിക്കണേ അല്ലേ ഗ്രേസേ? അപ്പൊ ഗുഡ് ബോയ്യാ? ഒരു മിനിറ്റ് അപ്പൊ ഗുഡ് ബോയ് ആണോ? അപ്പൊ ഗുഡ് ബോയ് ആണെന്ന് പറ. ഗുഡ് ബോയ് ആണോ? അപ്പൊ ഗുഡ് ബോയ് തക്കര എന്നാലും നീ അലറി വിളിച്ചു പറയാറില്ല? ഇത് വഴി കൂടെ പോണൊക്കെ അലറി വിളിച്ചു പറയും. പാടട്ടേ എന്നിട്ട് കുറച്ച് ആൾക്കാർ അവനെ നോക്കുന്നു. കേടണി റീപ്ലേസ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞ തമ്പിച്ചേട്ടൻ. ഇപ്പോഴാണോ പറയണേ? അതിനൊക്കെ റീപ്ലേസ്മെന്റ് ചോദിച്ചു നാണാവില്ല എന്റെ വീട്ടിൽ. അല്ല കേടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരെ പൈസ അപ്പൊ റിട്ടേൺ ചെയ്യണോ? ഇവിടെ മാത്രമേ ഇത്തിരി ഉള്ളൂ. നമുക്ക് ഈ പീസ് മാത്രം കൊണ്ടു കൊടുത്തിട്ട് വേറെ പകുതി മുറിച്ചിട്ടൊന്നല്ലോ. ഇത് ഓഫ് ചെയ്യട്ടെ? പോട്ടെ. കടച്ചൊക്കെ ശരിക്കും അത് ഇറച്ചി വെക്കണം. ഗ്രേവി ആയിട്ട് മീൻസ് നമ്മള് ഇറച്ചി മസാല ഇട്ടിട്ട് മീറ്റ് മസാല ഇട്ടിട്ട് ശരിക്കും ഇറച്ചിക്കറിയെന്ന് തോന്നണം. പക്ഷെ ഇറച്ചിക്കറിയല്ല, ഉപ്പേരി ഉദ്ദേശിച്ചേ. അമ്മ വെക്കാറുണ്ട്. എനിക്കറിയില്ല, അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല പറയാം. നമ്മള് സാധനമാണോ അതോ കറിക്ക് ചോറും അതിപ്പോ എന്റെ ഇഷ്ടമല്ലേ, കഞ്ഞിയാണോ ചോറിനോ? അതായത് ഒരു കുറുക്ക് പോലെ ഗ്രേവി ഉണ്ട്. പക്ഷെ ചാറായിക്കില്ല, ഇങ്ങനെ ഒരു
മനസ്സിലായി. നമ്മളിങ്ങനെ മറ്റേ ഇറച്ചിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒലത്തിയല്ല എന്താ പറയാ ഇങ്ങനെ ഞാൻ വിളിക്കാം. അങ്ങനെ വരണം. ഇതിന് പച്ച കളറൊക്കെ ഇതൊക്കെ ആണോ? ഏത് അതൊക്കെ നോർമൽ അല്ലേ? പച്ച കളറുള്ളത് നീല കളറാണുള്ളത്. അതിൻ്റെ ഉള്ളിലുള്ളത് അത് കളയത് എന്തെങ്കിലും ഇതായിരിക്കും. കളയാം എന്തായാലും. ഇത് ഞാൻ മുറിച്ച് വെക്കാം എന്നിട്ട് കളയാം. അപ്പൊ ഞാൻ ഹോട്ട് ചെയ്യാൻ പോയി തിരിച്ചു വഴിക്ക് മേടിച്ചാണ് കളഞ്ഞത്. കടച്ചക്കയും നാച്ചുറലാണ്. നാച്ചുറൽ അല്ലത്, എന്താ കേട് തുടങ്ങാൻ പോണില്ലാന്ന് തോന്നേ. അപ്പൊ നാച്ചുറൽ കടച്ചക്കയും ഉരുളക്കിഴങ്ങും എന്ത് ചെയ്യും? ഉരുളക്കിഴങ്ങനെ മാറ്റി വെച്ചില്ല. കിഴങ്ങനെ അവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ കടച്ചക്ക മീറ്റ് കൂടെ അത് റെഡിയാക്കി വെച്ചിട്ട് നല്ല വെന്ത് കുഴഞ്ഞ് ആയി. ഇങ്ങനത്തെ ഏരിയ എടുക്കാനായിരിക്കും ടേസ്റ്റ്. ആ മുളക് പൊടി നന്നായിട്ടുള്ള സ്ഥലം. ആഹാ, ഹേയ് ഞാൻ ഒന്ന് ആസ്വദിക്കാൻ പോയിപ്പേക്കും അങ്ങോട്ട് കൊണ്ടുപോകാം. ഇത് വെക്കണി ചൂടുള്ള സാധനം വെക്കണം. കഞ്ഞി വേണോ? എന്നാ വായോ. കഞ്ഞിയും അച്ചാറും കൂടി എടുക്കണം. ഇത് ഞാൻ എടുത്തിട്ട് പോട്ടെ. ഇത് ഞാനൊന്ന് ആസ്വദിക്കാൻ വേണ്ടി എടുത്തായിരുന്നു. ഗ്രേസിന് കഞ്ഞി കുടിക്കാൻ സമ്മതിക്കാനുള്ള ഒന്ന് ചെല്ലടി കൊച്ചിനോട് ഒന്ന് കളിക്കേ, എന്നിട്ട് കഴിക്കാം. ചക്കയല്ല കടച്ചക്ക. ഒന്ന് പോയിട്ട് വാ. കഴിച്ചല്ലേ, ഒന്ന് പോയിട്ട് വാ മോളെ. നൂഡിൽസ് കഴിച്ചില്ല, ഒന്ന് ജസ്റ്റ് പോയിട്ട് വാ. അപ്പൊ നല്ല ചൂടൻ കഞ്ഞിയും കടച്ചക്കയും അച്ചാറും. അച്ചാർ തീർന്നു, ചാറ് മാത്രമേ ഉള്ളൂ അച്ചാറിന്റെ. ഇടടി അച്ചാറും പൊടി ഇട്ടപ്പോ സാധനം തീർന്നു പോയി. അച്ചാറിടാൻ വേണ്ടി അച്ചാർ പൊടി മിക്സ് ചെയ്ത് വെച്ചതാ, അപ്പൊ തീർന്നു. ഒരു നാളെ കടച്ചക്ക് ചെറിയ മധുരപ്പുണ്ടാവും ചെറുതായിട്ട്. സൂപ്പർ. എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനം കടച്ചക്ക. എനിക്ക് കൊള്ളിക്കറിയേക്കാൾ ഇഷ്ടതാ. എനിക്കിഷ്ടം. എനിക്കൊരു കടച്ചക്ക മരം കഴിക്കാനായിരുന്നു. പക്ഷെ കുറെ നാൾ കുടിക്കൂലേ.